ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയേറിയ ഒരു പോരാട്ടം കേരളീയ രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. നിലവിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഔദ്യോഗികമായിട്ടല്ല എങ്കിൽ പോലും UDFന്റെ ബേപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞയാഴ്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തുകയുണ്ടായി. അത് മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ പോലും ബേപ്പൂരിൽ നിലവിലെ സാഹചര്യത്തിൽ UDFന് ഇതിനപ്പുറം ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കില്ല എന്നത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. PV അൻവറിനെയാണ് ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് കണ്ടുവച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. അൻവർ അവിടെ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് സണ്ണി ജോസഫ് പറഞ്ഞത് അൻവർ അവിടെ ജയിച്ച് MLA ആയിട്ട് വരും, അദ്ദേഹം തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി എന്നാണ്. അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമല്ല. പക്ഷേ അവിടെ ബേപ്പൂരിൽ അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് അവിടെ സീറ്റ് നൽകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ UDFല് ഒരു ധാരണ ആയിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, LDFൽ നിന്നും 2024 തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വന്ന PV അൻവർ 2025 ജനുവരിയിലാണ് തന്റെ നിയമസഭാംഗത്വം രാജിവെക്കുന്നത്. പിന്നീട് നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF മികച്ച ഭൂരിപക്ഷത്തോടുകൂടി സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണത്തിനെതിരായിട്ട്, പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരായിട്ട്, കുടുംബാധിപത്യ ഭരണത്തിനെതിരായിട്ട്, പിണറായിസം, മരുമോനിസം എന്നീ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് PV അൻവർ CPMുമായിട്ട് കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് LDFൽ നിന്നും പുറത്തു വന്നത്. നിരവധി അഴിമതികൾ അദ്ദേഹം തുറന്നു കാട്ടുന്ന ഒരു സാഹചര്യം കേരളീയ ജനത കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ UDFൽ എത്തിയ ശേഷം UDFലെ ഒരു അസോസിയേറ്റ് അംഗമായിട്ടാണ് PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പാർട്ടിയും ഒപ്പം തന്നെ CK ജാനുവിന്റെ പാർട്ടിയും എല്ലാം UDFുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. ഈ 2 പാർട്ടികളെയും അസോസിയേറ്റ് അംഗങ്ങളായിട്ട് കഴിഞ്ഞ മാസമാണ് ഉൾപ്പെടുത്താൻ തീരുമാനമായിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് അൻവർ ബേപ്പൂർ കേന്ദ്രീകരിച്ചുള്ള തന്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനും ഏതാണ്ട് 2-3 മാസം മുൻപ് തന്നെ അൻവർ പറയുന്നുണ്ട്, UDF നേതൃത്വം തന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ബേപ്പൂരിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ് എന്ന്. കാരണം പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരായ പോരാട്ടമാണ് താൻ നയിക്കുന്നത്. ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് താൻ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായ, തന്റെ ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഏറ്റവും ഉചിതമായ മണ്ഡലം അത് ബേപ്പൂരാണ്. അവിടെ തന്നോട് പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏകദേശ ധാരണ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് ബേപ്പൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് അൻവർ പ്രവർത്തിക്കുകയാണ്. അവിടെ ശക്തമായ പ്രവർത്തനമാണ് PV അൻവർ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. അവിടെ അൻവർ മാത്രമല്ല, UDFന്റെ സംവിധാനം ഒന്നാകെ അൻവറിനൊപ്പമുണ്ട്. UDF സംവിധാനം ഒന്നാകെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബേപ്പൂരിലെ ഒരു താലൂക്ക് ആശുപത്രിയിൽ അൻവർ ഉൾപ്പെടുന്ന സംഘം സന്ദർശിച്ച ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്ന്, അവിടുത്തെ ശോചനീയാവസ്ഥ എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഗൈനക്കോളജി വിഭാഗമാകട്ടെ, കാർഡിയോളജി വിഭാഗമാകട്ടെ, ENT ആകട്ടെ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും വളരെയധികം ശോചനീയാവസ്ഥയിലാണ്. ഒരിടത്തും പ്രോപ്പറായിട്ടുള്ള ചികിത്സ ഒരാൾക്ക് ലഭിക്കുന്നില്ല, കൃത്യമായിട്ടുള്ള ഡോക്ടർമാർ അവിടെയില്ല. അത്തരത്തിലുള്ള ഗുരുതരമായ പല പ്രശ്നങ്ങളുമാണ് PV അൻവർ ഉയർത്തിക്കാണിച്ചത്. കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്ന ഒരാളുടെ മണ്ഡലമാണ് എന്ന് ഓർക്കണം. ആരോഗ്യമന്ത്രി CPMന്റെ മന്ത്രി തന്നെയാണ്. അപ്പോൾ മന്ത്രിസഭയിലുള്ള മറ്റൊരു അംഗത്തിന്റെ മണ്ഡലത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന കെടുകാര്യസ്ഥത, അതിനാരാണ് ഉത്തരം പറയേണ്ടത് എന്ന ചോദ്യമാണ് PV അൻവർ ഉയർത്തുന്നത്. PV അൻവർ പറയുന്നത് തങ്ങൾ UDFന്റെ സംവിധാനം ആ മണ്ഡലത്തിൽ ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അതായത് സത്യാന്വേഷണ യാത്ര, വലിയ രീതിയിലുള്ള വികസനം അവിടെ നടന്നു എന്നാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് അവകാശപ്പെടുന്നത്. ചരിത്രത്തിലില്ലാത്ത വികസനം ബേപ്പൂരിൽ കൊണ്ടുവന്നുവെന്ന അവകാശവാദമാണ് റിയാസിനുള്ളത്. അപ്പോൾ ആ അവകാശവാദത്തിന് സത്യാവസ്ഥ എന്ത് എന്ന് സ്വയം തിരിച്ചറിയാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ അൻവറും സംഘവും UDF സംഘവും തുടങ്ങിയിരിക്കുന്നത്. അത് ഓരോ മേഖലകളിലും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. നിരവധി ആശുപത്രികൾ അവിടെ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ശോചനീയാവസ്ഥയൊക്കെയാണ് അൻവർ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. എന്തായാലും മുഹമ്മദ് റിയാസിന്റെ വികസനം എന്ന് പറയുന്ന ആ പൊള്ളയായ അവകാശവാദത്തെ തുറന്നു കാട്ടുകയാണ് PV അൻവർ അവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 4-4.25 വർഷമായിട്ട്
ഒരു വികസന പദ്ധതികളും അവിടെ കൊണ്ടുവരാൻ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി എന്ന നിലയിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ 45 വർഷമായിട്ട് CPM കൈയടക്കി വാഴുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഏതാണ്ട് 14,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VKC മുഹമ്മദ് കോയ ജയിച്ചതെങ്കിൽ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ആദ്യ അംഗത്തിനിറങ്ങിയ മുഹമ്മദ് റിയാസ് അവിടെ 22,747 വോട്ടുകൾക്കാണ് വിജയിച്ചു വന്നത്. കോൺഗ്രസിന്റെ PM നിയാസിനെയാണ് മുഹമ്മദ് റിയാസ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ ആദ്യ പോരാട്ടത്തിൽ തന്നെ വിജയിച്ചു വന്ന മുഹമ്മദ് റിയാസ് ആദ്യമായിട്ട് നിയമസഭാംഗമായ റിയാസിനെ വലിയ പദവിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. പൊതുമരാമത്ത് പോലെ, ടൂറിസം പോലെയുള്ള വളരെ സുപ്രധാനമായ വകുപ്പുകൾ നൽകി മന്ത്രിസഭയിലെ അംഗമാക്കുന്ന ഒരു കാഴ്ച പോലെ നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പരിഗണനയാണ് മുഹമ്മദ് റിയാസിന് നൽകിയത്. മറ്റ് സീനിയറായിട്ടുള്ള പല നേതാക്കളും ഉണ്ടായിട്ട് പോലും മുഹമ്മദ് റിയാസിനോട് കാണിച്ച ഒരു പരിഗണന, പ്രത്യേകതയൊക്കെ തന്നെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ പോലും ചർച്ചയാവുകയും വലിയ വിമർശനത്തിന് വിധേയമാകുകയും ഒക്കെ ചെയ്തതാണ്. എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ മരുമോൻ എന്നുള്ള നിലയിൽ ആർക്കും അത് ശക്തമായിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു ശേഷി ഇല്ലാതെ പോകുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും മുഹമ്മദ് റിയാസിനെതിരെ അൻവർ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ ഒരു പോരാട്ടത്തിന് അവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണയാണ് PV അൻവറിന് അവിടെ ലഭിക്കുന്നത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനല് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഹാർബറിലൊക്കെ പോയി അൻവറും റിയാസും തമ്മിലാണ് മത്സരമെങ്കിൽ ആര് ജയിക്കും എന്നുള്ള ഒരു സർവേ ഒക്കെ തന്നെ നടത്തി ജനങ്ങളോട്, അവിടുത്തെ പൊതുസമൂഹത്തോടൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചു. അതിലേറിയ പങ്കു ആളുകളും പറയുന്നത് അവിടെ അൻവർ ജയിക്കുമെന്നാണ്. അവർ പറയുന്നത് അവർക്കൊരു മാറ്റം വേണം. ആ ഫിഷിംഗ് ഹാർബറൊക്കെ തന്നെ വലിയ രീതിയിൽ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത്. അവിടെ ജനങ്ങൾക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവിടെ ഒരു മാറ്റം വരണം. കഴിഞ്ഞ 45 വർഷമായിട്ട് LDF CPM കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള മാറ്റവും അവിടെ ഉണ്ടായിട്ടില്ല. അടിസ്ഥാന പ്രശ്നങ്ങൾ നിരവധിയാണ് ആ മണ്ഡലത്തിലുള്ളത്. സാധാരണ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവിടെ മന്ത്രിയായിട്ട് വന്നിട്ടുള്ള മുഹമ്മദ് റിയാസിനും കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ ഇരുന്നിട്ടുള്ള MLA-മാർക്ക് അവർ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പദവികളിൽ ഇരുന്നവർക്കൊന്നും തന്നെ മണ്ഡലത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻവർ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത് അൻവർ അവിടെ നല്ല രീതിയിൽ തോൽക്കുമെന്നാണ്. അപ്പോൾ PV അൻവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തോൽക്കട്ടെ, താൻ തോൽവി പേടിച്ച് ഓടിപ്പോകുന്നുമൊന്നുമല്ല, ഇവിടെ തന്നെ മത്സരിക്കാനാണ് തീരുമാനം. അപ്പോൾ തന്നെ ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാതെ മാറാനുള്ള ഒരു സാധ്യത മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ കഴിഞ്ഞ ഇടയ്ക്ക് പ്രകടമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം മണ്ഡലം മാറാനുള്ള ഒരു സാധ്യത പോലും കാണുന്നുണ്ട്. അതിനെ PV അൻവർ ശക്തമായ രീതിയിൽ പരിഹസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ മണ്ഡലം മാറുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തോൽവിയായിട്ട് അത് മാറും. അത് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തോൽവി സമ്മതിച്ചു എന്ന് അത് കരുതേണ്ടി വരും. മാത്രവുമല്ല, ഒരു സിറ്റിംഗ് MLA മന്ത്രിയായിട്ടുള്ള CPM ഒരു മന്ത്രിയായിട്ടുള്ള വ്യക്തി അദ്ദേഹം ആ മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലം തേടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ CPM-ന്റെ ഒരു തോൽവി തന്നെയാണ്. മുഹമ്മദ് റിയാസ് രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തോൽവിയായിട്ട് അത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലാണ് മുഹമ്മദ് റിയാസ് ഉള്ളത്. മാത്രവുമല്ല, മുഹമ്മദ് റിയാസ് PV അൻവറിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ ആശങ്കയുണ്ട് CPM-നും റിയാസിനും ഉണ്ട് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ വന്ന് അവിടെ ഈ പ്രചരണ പരിപാടികൾ തുടങ്ങിയതിന് ശേഷം മുഹമ്മദ് റിയാസും മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. അത് മുന്നോട്ട് പോവുകയാണ്. ആ നിയമസഭാ സമ്മേളനത്തിൽ ഇതുവരെ വെറും 4 ദിവസം മാത്രമാണ് മുഹമ്മദ് റിയാസ് പങ്കെടുത്തത്. ബാക്കി സമയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഭൂരിഭാഗം സമയവും അദ്ദേഹം മണ്ഡലത്തിൽ തമ്പടിച്ചുകൊണ്ട് അദ്ദേഹം യാത്രകൾ നടത്തുകയാണ്. വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു പേടി മുഹമ്മദ് റിയാസിന് ആ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു. അതൊരു അൻവർ ഇഫക്റ്റ് ആണ് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അൻവർ അവിടെ ഇറങ്ങിയതോടുകൂടി തന്നെ കാര്യങ്ങൾ വലിയ രീതിയിൽ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ അവിടെ മുറവിളി കൂട്ടുന്ന കാഴ്ചയാണ് പല മേഖലകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഫൈറ്റിനാണ് ഇത്തവണ ബേപ്പൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോവുക. അതൊരു പക്ഷേ മുഹമ്മദ് റിയാസിന് വലിയ ഒരു തിരിച്ചടി നൽകുന്ന ഫലം വന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അത് റിയാസും CPM-ഉം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മണ്ഡലത്തിൽ നിന്നും മാറാതെ, ഒരു നിമിഷം പോലും മണ്ഡലത്തിൽ നിന്നും വിട്ടു നിൽക്കാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് മേലധ്യക്ഷന്മാരെയൊക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ ആ മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ബേപ്പൂരിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PV അൻവർ ആ മണ്ഡലത്തിലെത്തി മരുമോൻ റിയാസിന്റെ മൂട്ടിൽ
തീ കൊളുത്തിയിരിക്കുകയാണ്. വാലിന് തീ പിടിച്ചതുപോലെ റിയാസ് ആ മണ്ഡലത്തിൽ പരക്കം പായുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തീപാറുന്ന പോരാട്ടത്തിന് ബേപ്പൂർ സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.